സാമ്പത്തിക പ്രതിസന്ധി നട്ടം തിരികെയാണ് പാകിസ്ഥാൻ. കടുത്ത പ്രതിസന്ധികളാണ് ഇവർക്ക് മുന്നിലുള്ളത്. ഇതിനിടയിലാണ് ഇന്ത്യ ചൊറിഞ്ഞ് വലിയ പണി വാങ്ങുന്ന ഘട്ടത്തിൽ അവർ എത്തിയിരിക്കുന്നത്. പെഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇന്ത്യ. പാകിസ്ഥാനെ സാമ്പത്തികമായി ഞെരുക്കാൻ കഴിയുന്ന വഴി തേടുകയാണ് ഇന്ത്യ. പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനും IMF സാമ്പത്തിക സഹായം നൽകുന്നത് തടയുന്നതിനുമുള്ള നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഇപ്പോൾ. രണ്ട് നടപടികളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ഗ്രേ ലിസ്റ്റിൽ തിരികെ കൊണ്ടുവരുന്നതിനുള്ള നീക്കം, മറ്റൊന്ന് അന്താരാഷ്ട്ര നാണയനിധിയുടെ സാമ്പത്തിക പാക്കേജ് മരവിപ്പിക്കുക എന്നതുമാണ്. ആഗോളതലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായം എന്നിവ നിരീക്ഷിക്കുന്ന സ്ഥാപനമാണിത്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ പാകിസ്ഥാനിലേക്കുള്ള വിദേശ നിക്ഷേപങ്ങളിലും അനധികൃത പണമൊഴുക്കിലും നിയന്ത്രണമുണ്ടാകും. പാകിസ്ഥാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രമാണെന്ന് ഇന്ത്യൻ വാദങ്ങൾ ലോകരാജ്യങ്ങൾ ഇതിനോടകം തന്നെ അംഗീകരിച്ചതാണ്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നീക്കങ്ങൾ അവർക്ക് തിരിച്ചടിയായി മാറുമെന്ന് ഉറപ്പാണ്. പാകിസ്ഥാൻ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മമായ നിരീക്ഷണം ഏർപ്പെടുത്തുന്നതിനാണ് നീക്കം നടത്തുന്നത്. 2018 ജൂൺ മുതൽ പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ പെടുത്തിയിരുന്നു. 2022 ഒക്ടോബറിലാണ് ഗ്രേ ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്തത്. പാകിസ്ഥാനിൽ നിന്ന് അനധികൃതമായ പണമൊഴുക്ക് തടയാൻ, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലേക്ക് അനധികൃതമായി പണമൊഴുകുന്നത് തടയാൻ നടപടി സ്വീകരിച്ചിരുന്നു. അതേസമയം ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിലെ മറ്റ് അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. വർഷത്തിൽ 3 തവണ ചേരുന്ന പ്ലീനറിയാണ് തീരുമാനമെടുക്കുക. ഫെബ്രുവരി, ജൂൺ, ഒക്ടോബർ മാസങ്ങളിലാണ് പ്ലീനറി ചേരുക. 38 രാജ്യങ്ങളും 2 സംഘടനകളും ഉൾപ്പെടെ 40 അംഗങ്ങളുണ്ട്. ഇതിൽ UK, US, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ, യൂറോപ്യൻ കമ്മീഷൻ, ഗൾഫ് സഹകരണ കൗൺസിലിലെ പ്രമുഖരായ സൗദി അറേബ്യ, UAE തുടങ്ങിയ 23ഓളം അംഗരാജ്യങ്ങളിൽ നിന്ന് പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്ക് അനുശോചന സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് സാമ്പത്തിക സഹായം നൽകുന്നതിൽ ഇന്ത്യ എതിർപ്പറിയിച്ചേക്കും. 2024 ജൂലൈയിൽ തുടങ്ങിയ $7 ബില്യൺ പാക്കേജ് തടയണമെന്ന ആവശ്യവും ഇന്ത്യ ഉന്നയിക്കും. 3 വർഷമാണ് സഹായ പാക്കേജിൻ്റെ കാലാവധി. ഈ ഫണ്ട് ഭീകരാക്രമണത്തിന് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യയുടെ ആരോപണം. നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളിൽ ഈ 2 നടപടികളും പാകിസ്ഥാന് തിരിച്ചടിയാകും. അതേസമയം ഇന്ത്യൻ നീക്കങ്ങൾ മുന്നിൽ കണ്ട് സംഘർഷ സാഹചര്യം ലഘൂകരിക്കാൻ പാകിസ്ഥാൻ അറബ് രാജ്യങ്ങളുടെ സഹായം തേടിയിട്ടുണ്ട്. സൗദി അറേബ്യ, UAE, കുവൈറ്റ് എന്നീ രാജ്യങ്ങളുടെ സ്ഥാനപതികളുമായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കൂടിക്കാഴ്ച നടത്തി. പാകിസ്ഥാനിലെ സൗദി സ്ഥാനപതി നവാസ് ബിൻ സയ്യിദ് അൽ മാൽക്കി, UAE സ്ഥാനപതി ഹമാദ് ഒബൈദ് ഇബ്രാഹിം സലീം അൽ സാബി, കുവൈറ്റ് സ്ഥാനപതി നാസർ അബ്ദുൾ റഹ്മാൻ ജാസ് എന്നിവരുമായി ഷെരീഫ് ചർച്ച നടത്തിയതായി അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഭാഗം ഷെരീഫ് സ്ഥാനാധിപതിമാരെ ധരിപ്പിച്ചതായാണ് വിവരം. സൗദി ഉൾപ്പെടെയുള്ള സുഹൃത്ത് രാജ്യങ്ങൾ ഇടപെട്ട് ഇന്ത്യയുമായുള്ള സംഘർഷം ലഘൂകരിക്കാൻ സഹായിക്കണമെന്നും ദക്ഷിണേന്ത്യയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെന്നും ഷെരീഫ് പറഞ്ഞതായി അറേബ്യൻ രാജ്യങ്ങൾ റിപ്പോർട്ട് പറയുന്നു. അതിനിടെ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളോട് ഭക്ഷണവും ആവശ്യ സാധനങ്ങളും കരുതി വയ്ക്കാൻ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകുമെന്നും അതിനുവേണ്ടി തയ്യാറെടുക്കണമെന്നുമാണ് പാക് അധിനിവേശ കാശ്മീർ പ്രധാനമന്ത്രി ചൗധരി അൻവാറുൽ ഹക്ക് നിർദ്ദേശം നൽകിയത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപം താമസിക്കുന്നവർ ചുരുങ്ങിയത് 2 മാസത്തേക്കുള്ള അവശ്യ സാധനങ്ങൾ സംഭരിക്കണമെന്ന് സർവകക്ഷി യോഗത്തിനു ശേഷം ചൗധരി അൻവറുൽ ഹക്ക് അറിയിച്ചതായാണ് റിപ്പോർട്ട്. കൂടാതെ നിലം താഴ്വരയിലേക്കും നിയന്ത്രണ രേഖയിലേക്ക് സമീപമുള്ള പ്രദേശങ്ങളിലേക്കും വിനോദസഞ്ചാരികളെ പ്രവേശിക്കുന്നതിലും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്.